ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരുടെയും മുഖഭാവത്തിൽ തന്നെ നിങ്ങൾക്കത് കാണാനും പറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ട്, പൂരി ഭാജി, ദോശ, പിന്നെ അതുപോലെ പൊങ്കൽ, വട, പിന്നെ പുലാവ് ടൈപ്പ് ഒരു സാധനം, പിന്നെ തൈരും കൂട്ടി കഴിക്കാൻ വേണ്ടി ഒരു റവേൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. റവയല്ല, നമ്മുടെ നുറുക്ക് ഗോതമ്പെന്ന് പറയാം. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ സീറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ വിഭവസമൃദ്ധമായൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ രാവിലെ തന്നെ അവിടെ എത്തിയതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. പിന്നെ ഇത് നമ്മുടെ ഉമാപതി അപ്പനാണ്. അപ്പോൾ ഉമാപതി അപ്പൻ്റെ പെങ്ങളുടെ മോളുടെ കല്യാണം കൂടാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ ഒന്ന് എന്താ പറയുക, ഒന്ന് ഇരുത്തിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവരുടെ കാറ്ററിംഗ് സർവീസ് തന്നെയാണ് കേട്ടോ. പാലക്കാടുകാരായിരുന്നു. വളരെ ഗംഭീരമായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു സെർവിങ്ങും കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മളുള്ള സംസാരവും അടിപൊളിയായിരുന്നു. അവരൊക്കെ മലയാളം പറയുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ തമിഴ് പറയുന്ന ആൾക്കാർ. നമുക്ക് ഇവരുടെ ഭാഷ ഇട്ട് അറിയുന്നു. ഇത് എന്താ പറയുക, നമ്മുടെ സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ പിന്നെ വേലക്കാരിയായിരുന്നാലും നീയൻ മോഹവല്ലി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ മുറിയനാണ് അറിയുന്നത്. ഇവർ പറയുന്ന കാര്യം നമുക്ക് ഫുള്ളങ്ങോട്ട് ഗ്രഹിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ എന്താ പറയുക മനസ്സിലാക്കിയിട്ട് എടുക്കുന്നത്. നമ്മൾ പറയുന്ന മലയാളം അവരും, അവർ പറയുന്ന തമിഴ് നമ്മളും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 2 വിഭാഗങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. പെണ്ണിൻ്റെ ആൾക്കാരും ചെക്കൻ്റെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് പെണ്ണിൻ്റെ ഗോൾഡ് അതുപോലെ തന്നെ അവരുടെ പിന്നെ വസ്ത്രവും ആഭരണങ്ങളൊക്കെ കൊടുക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇതേ സംഭവം, അതായത് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പെണ്ണിനും ചെക്കനും സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളെ ഈ ഒരു എന്താ പറയണ്ടേ, ഇവരുടെ ഒരു കാര്യത്തിലാണ് കണ്ടിട്ടുള്ളത്. നമ്മളെ സാധാരണ കേരളീയരുടെ കല്യാണമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീഡിയോക്കാർക്ക് വേണ്ടി കല്യാണം നടത്തുന്ന അവസ്ഥയാണ് കേട്ടോ. ഇവർക്ക് അങ്ങനെയൊന്നുമല്ല, ടൈം ടു ടൈമാണ്. നമ്മുടെ എല്ലാവരും ഇങ്ങനെ ഇരുന്ന്, കാരണം ഒന്നാമത് നമുക്കിതൊക്കെ ഒരു പുതിയ കാഴ്ചയാണ് കേട്ടോ. ഇതുവരെ നമ്മളിങ്ങനത്തെ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര റിസ്ക് എടുത്ത് നമ്മൾ ഈറോഡ് വരെ കല്യാണം കൂടാൻ പോയതും. അപ്പോൾ പെണ്ണിന് മാലയൊക്കെ ഇട്ട് കൊടുത്തു. അതിന് ശേഷം പിന്നെ പെണ്ണെല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെക്കനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെക്കനും ഇതുപോലുള്ള പല പരിപാടികളുമുണ്ട്. അപ്പോൾ ചെക്കന് മാല ഇട്ട് കൊടുക്കുന്നത് ചെക്കൻ്റെ, അതായത് പെണ്ണിൻ്റെ അളിയൻ ആണ് ഇട്ട് കൊടുക്കുന്നുള്ളത് മാല. പിന്നെ വേറൊരു അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്യാണം കഴിഞ്ഞവർ മറ്റ് പെണ്ണുങ്ങന്മാരെയൊന്നും നോക്കുന്നില്ല കേട്ടോ. നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ എല്ലാവരും വായി നോക്കുന്ന ടൈപ്പല്ലേ, അതൊന്നും അവിടെ കാണാനില്ല. പിന്നെ അപ്പോൾ അങ്ങനെ പെണ്ണിന് 2 ആങ്ങളമാരായിരുന്നു. അപ്പോൾ അവരാണ് മാലയൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ അതിനുശേഷം ഉള്ളൊരു ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ കാലിൽ മിഞ്ചിയിടുക എന്നുള്ളതാണ്. അപ്പോൾ കാലൊക്കെ വൃത്തിയായി കഴുകിയതിന് ശേഷം നല്ലൊരു തൂവാല കൊണ്ട് തുടച്ച് കാലിന് മിഞ്ചിയിട്ട് കൊടുത്തു. നാദസ്വര കച്ചേരിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി അടുത്ത ഭാഗത്ത് കാണാം. ബൈ.